ചിലങ്കയില്ല ഇല്ല കയ്യിൽ വളച്ചിരികൾ മങ്ങിപ്പോയതാണു ചേല നരപൂണ്ട മുടി അതിൻ തുമ്പിനാൽ മൂടി നിൻ തിരുമയൊരുക്കുന്ന പാട്ടുപാടി പല നിഴൽ കൂട്ടത്തിലൊന്നായി മുഖം കുനിച്ചിവിടെ ഇരിപ്പു ഞാൻ ദേവദാസി. മുകളിൽ തിരക്കിട്ടു പോകുവോർ നാണ്യങ്ങൾ എറിയുന്നു ഞാൻ തൊടില്ലെന്നു കാൺകെ ഇവൾ വെറും ഭ്രാന്തിയാണെന്നൊഴിഞ്ഞിടുന്നു ചിരി തൂകിടുന്നു ഞാൻ നിന്റെ ദാസി. അറിവതെമ്മട്ടവർ മലിനയായി ദീനയായി കരയാതെ കരയുന്ന കണ്ണുമായി ഇരു കൈയും നീട്ടിയിരിപ്പിവൾ നാഥ നിൻ പ്രണയിനിയാണെന്നതാരറിയാൻ. മുകളിൽ നിൻ കോവിലിൽ എന്തു മേളം കേൾപ്പൂ തകിലും കുഴലും ജനാരവവും ഇടയിടെ കാൽച്ചിലമ്പൊച്ചയും പാട്ടുമുണ്ട് അവിടുത്തെ ഉത്സവമേളമാവാം. അവിടെ ആരിത്ര മനോജ്ഞമായി പാടുന്നിത് അവിടാര നൃത്തം തകർത്തിടുന്നു അവർ ഭാഗ്യമുള്ളവർ താഴത്തിരുന്നു ഞാൻ ചെവിയോർക്കയാണ് അതിൻ താളമേളം. മതിമറക്കുന്നു ഞാൻ നിന്റെ ദാസി അറിയാതെ പാദങ്ങൾ അതിവേഗമിളകുന്നു മുറിവേറ്റ നെഞ്ഞോക്കിതച്ചിടുന്നു തിരുമുൻപിൽ ആടുവാൻ പാടുവാനല്ലെങ്കിൽ അരുളിയതെന്തിന് ഈ കഴലിന് താളവും വിരലിന് മുദ്രയും കണ്ഠത്തിൽ സംഗീത കലവിയും എന്നു ഞാൻ ശങ്ക കൊള്ളൂ. പറയിൽ ഇനി ഞാൻ പരാതി നിന്റെ കാരുണ്യമരുളാതെന്ന് ചോദ്യമില്ല. തൊഴുതിറങ്ങി കയ്യിൽ മലരും പ്രസാദവും മിഴിയിൽ തണുപ്പുമായി പോകുവോരെ അറിവോരെ ചോദിക്കയാണറിയുവാൻ മോഹമുണ്ട് സൗഖ്യം എമ്മട്ടിരിക്കും. ഇടറുന്ന കണ്ഠമാർന്നവിടേക്കു മാത്രമായി ഒരു പാട്ടു പാടുന്നു ദേവദാസി. കടലിന്നു മഴയുണ്ട് മഴവില്ല് വാനിനുണ്ട് അടവിക്ക് രാപ്പൂക്കളേറെയുണ്ട് മരുമണൽ ചൂടിന് നീരൊഴുക്കുണ്ട് എൻ്റെ കരളിലോ തീവ്രാനുരാഗമുണ്ട്. അതു കണ്ടതാരുമില്ല അതു തൊട്ടതാരുമില്ല അതിനുള്ള മധുവോ വൃഥാ മധുരം. അതുമായി വന്നു ഞാൻ അന്തിക്കു കാത്തിരുന്നിതുവരെ ഇതുവരെ തമ്പുരാനെ. നീ നട തുറന്നിനി ഇരുൾ പടി കടന്നിനി എൻ്റെ നികടത്തിൽ വരുമെന്ന് മോഹമില്ല. വളരെ വൈകിപ്പോയി ദേവാ വൈകിപ്പോയി തിരികെ ഞാൻ മിണ്ടാതെണീറ്റു പോകും. അതിനു മുൻപ് ആദ്യത്തെ പടിയിൽ ഞാൻ കാത്തൊരീ മധുരവും ഊക്കോടെറിഞ്ഞുടയ്ക്കും. ആദ്യത്തെ പടിയിൽ ഞാൻ കാത്തൊരീ മധുരവും ഊക്കോടെറിഞ്ഞുടയ്ക്കും. നന്ദി. കവിയരങ്ങ് തൽക്കാലത്തേക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കവികൾ വിഷമിക്കരുത്, ഇത് പുസ്തക പ്രകാശനം കഴിഞ്ഞ ഉടനെ കവിയരങ്ങ് തുടങ്ങുന്നതാണ്.
പുസ്തക പ്രകാശനത്തിൻ്റെ അധ്യക്ഷനായി ഡോക്ടർ ഇന്ദ്രബാബുവിന് ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഈ ചടങ്ങ് ആരംഭിക്കാം. ഈശ്വര പ്രാർത്ഥന നിർവഹിക്കുന്നത് സംസ്ഥാന ലെവലിൽ കവിതാ പാരായണത്തിന് 1ാം സമ്മാനം ലഭിച്ച അനഘാലക്ഷ്മിയും UP വിഭാഗത്തിൽ ജില്ലാ തലത്തിൽ 1ാം സമ്മാനം ലഭിച്ച അനാമിക പിയുമാണ് ഈശ്വര പ്രാർത്ഥന നടത്തുന്നത്. രണ്ടുപേരെയും ക്ഷണിക്കുന്നു. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ. ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ. മാന്യനായ ജനറൽ സെക്രട്ടറി ലീഗൽ ഓഫീസറുമായിട്ടുള്ള അഡ്വക്കേറ്റ് വണ്ടന്നൂർ സുരേഷിനെ ക്ഷണിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ ഇന്ദ്രബാബു, ഈ പുസ്തക പ്രകാശനം നിർവഹിക്കുന്ന ശ്രീമതി സുഗതകുമാരി ടീച്ചർ, പുസ്തകം ഏറ്റുവാങ്ങുന്ന ബാബു കുഴിമറ്റം, ശ്രീ B. ഹരികുമാർ, ഡോക്ടർ D. പ്രേംലാൽ, സ്നേഹനിധികളായ സുഹൃത്തുക്കളെ, വളരെ ശ്രദ്ധാപൂർവം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും പുസ്തക സംവാദങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകപ്രേമികളുടെ സംഘടനയാണ് അൽഖ. ശ്രീ കാക്കനാടൻ ചെയർമാനായി രൂപീകരിച്ച കാക്കനാടൻ ചെയർമാനായിട്ടാണ് ഈ സംഘടന രൂപീകരിച്ചത്. ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല. അൽഖയുടെ എല്ലാ അംഗങ്ങളോടൊപ്പം ഞാനും അദ്ദേഹത്തെ നമസ്കരിക്കുന്നു. കേരളത്തിന് തന്നെ അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിയാണ് ശ്രീ P. സദാശിവൻ സാർ. അദ്ദേഹം രചിച്ച സരയൂ സാക്ഷിയാണ് എന്ന പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. സമകാലിക പരിസ്ഥിതി വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് രചിച്ച പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത് ശ്രീമതി സുഗതകുമാരി ടീച്ചറാണ്. പ്രകൃതിയുടെ വാനമ്പാടിയായ ശ്രീമതി സുഗതകുമാരി ടീച്ചറിനെ കുറിച്ച് ഞാൻ കൂടുതലായി ഇവിടെ പറയേണ്ടതില്ല. കേരളത്തിലെ വനങ്ങളെയും മനുഷ്യരെയും സംരക്ഷിക്കുന്നതിനായി തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ച ശ്രീ സുഗതകുമാരി ടീച്ചറിനെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ടീച്ചറുടെ കർമ്മങ്ങളെ ആദരിച്ചുകൊണ്ട് രാജീവ് ഗാന്ധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ചെയർമാൻ കൂടിയായ ശ്രീ P. സദാശിവൻ സാർ ടീച്ചറിനെ ആദരിക്കുന്നതിനായി ശ്രീ സദാശിവൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ഈ സംഘടനയുടെ മുഖ്യ സംഘാടകനും ഇതിൻ്റെ എല്ലാമായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനുമായ ഡോക്ടർ ഇന്ദ്രബാബുവിനെയാണ്. അദ്ദേഹമാണ് ഈ സംഘടനയുടെ മുഖ്യ സാരഥി. അദ്ദേഹം കവിയും പ്രമുഖ പത്രപ്രവർത്തകനുമാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ഡോക്ടർ ഡി പത്മലാലിനെയാണ്. അദ്ദേഹം സെസ്സിൻ്റെ പരിസ്ഥിതി വിഭാഗത്തിൻ്റെ മേധാവിയാണ്. മാത്രവുമല്ല, നദികളെയും കടലുകളെയും കുറിച്ച് ഇന്ന് ആധികാരികമായി നമ്മളോട് സംസാരിക്കാൻ കഴിയുന്ന ഏക വ്യക്തിയുമാണ് ശ്രീ പത്മലാൽ. പത്രപ്രവർത്തകർക്ക് സംശയമുണ്ടാകുമ്പോഴൊക്കെ അദ്ദേഹത്തെയാണ് വിളിച്ച് സംശയങ്ങൾ ദൂരീകരിക്കുന്നത്. ഡോക്ടർ പത്മലാലിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ഞങ്ങളെയൊക്കെ സഹോദരങ്ങളെപ്പോലെ കാണുന്ന മലയാള കഥയ്ക്ക് നവീന മുഖം നൽകിയ ശ്രീ ബാബു കുഴിമറ്റത്തെയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ശ്രീ ബി ഹരികുമാറിനെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം പ്രമുഖ കഥാകൃത്തും നടനുമാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ഈ ചടങ്ങിന് തന്നെ കാരണഭൂതനായ ശ്രീ പി സദാശിവൻ സാറിനെയാണ്. അദ്ദേഹം ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനാണ്. കലാരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും പാവപ്പെട്ട കുട്ടികളെ ദത്തെടുക്കുകയും അവർക്ക് സൗജന്യമായി വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക്, അദ്ദേഹത്തിൻ്റെ പുസ്തകം അൽക്കയ്ക്ക് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ കൃതാർത്ഥതയുണ്ട് ഞങ്ങൾക്ക്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം നമ്മുടെ സമൂഹത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ എല്ലാം ഒട്ടേറെ പേർക്ക് അറിയാവുന്നതാണ്. പാവപ്പെട്ട കുട്ടികളെ ദത്തെടുക്കുകയും വിദ്യാഭ്യാസം ചെയ്യാനായി സൗജന്യമായി അദ്ദേഹം അതിനുള്ള അവസരം ഒരുക്കുകയും ചെയ്ത അദ്ദേഹത്തെ ആദരിക്കുവാനായി ഡോക്ടർ ഇന്ദ്രബാബുവിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഡോക്ടർ പത്മലാലിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആൽക്കയുടെ ശക്തി എന്ന് പറയുന്നത് ആൽക്കയുടെ അംഗങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും പേരെടുത്ത് തന്നെ സ്വാഗതം പറയേണ്ടതാണ്. അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. എല്ലാവർക്കും ഞാൻ ആൽക്കയുടെ പേരിൽ സ്വാഗതം ആശംസിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദരണീയായ സുഗതകുമാരി ടീച്ചർ, ഈ ചടങ്ങിന് കാരണഭൂതനായിട്ടുള്ള ശിവൻ സാർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രത്യേകിച്ചും വേദിയിലിരിക്കുന്ന എന്നെ അനുജനെ പോലെ സ്നേഹിക്കുന്ന മലയാളത്തിലെ പുതിയ കഥയുടെ മുഖമായ ബാബു കുഴിമറ്റം, ഇന്ത്യക്ക് തന്നെ അഭിമാനമായിട്ടുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഡി പത്മലാൽ, പ്രശസ്ത കഥാകൃത്തും നടനുമായിട്ടുള്ള ഹരികുമാർ, വണ്ടന്നൂർ സുരേഷ്, ശ്രീകുമാർ പ്രാപച്ചമ്പലം, സി വി പ്രേംകുമാർ, പരിസ്ഥിതി കവിതാ ചടങ്ങിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട കവികളെ, ടീച്ചർക്ക് പോകാൻ അത്യധികമായ കാര്യങ്ങളുള്ളതാണ്. ഇന്നലെ ടീച്ചർ തൃശ്ശൂർ ഒരു കാര്യം ആയിട്ട് പോയിട്ട് അതിനിടയ്ക്കാണ് നമ്മളോടെല്ലാം എല്ലാ മക്കളെ പോലെ കാണുന്നത് കൊണ്ടാണ് ടീച്ചർ പെട്ടെന്ന് ഈ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിയെന്നുള്ളത് എനിക്കറിയാം. അത് ഈ LKയുടെ പ്രവർത്തകർക്കും സദാശിവ സാറിനുമൊക്കെ അറിയാം. ഇങ്ങനെ ഒരു പുസ്തകം എഴുതുമ്പോൾ സദാശിവ സാറിനുള്ള ആഗ്രഹം അത് പ്രകാശിപ്പിക്കേണ്ടത് ആരാണ് എന്നുള്ളതാണ്. ഇന്ന് മലയാളത്തിൽ ആരെങ്കിലും പരിസ്ഥിതി സംബന്ധിച്ച് ഒന്നാമത്തെ നാവായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സുഗതകുമാരി ടീച്ചറാണ് എന്ന് ഇന്ദിരബാബു പറഞ്ഞ് നാട്ടുകാരറിയേണ്ട കാര്യമില്ല. ഞാൻ പത്തനംതിട്ടയിൽ
ബ്യൂറോ ചീഫായിരിക്കുമ്പോഴാണ് ആറന്മുള പ്രശ്നം അതിൻ്റെ എല്ലാ തീവ്രതയോടുകൂടും വരുന്നത്. അന്ന് ഒരുപാട് പത്രസമ്മേളനം നടന്നപ്പോൾ ഈ പത്രസമ്മേളനം നടത്തിയവരുടെ ആദ്യം അഭിപ്രായപ്പെട്ട നിങ്ങൾ ഈ പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യമില്ല, നിങ്ങൾ സുഗതകുമാരി ടീച്ചറെയോ അല്ലെങ്കിൽ സെൻട്രലിൽ നിന്നുള്ള 1-2 പേരുടെ ഞാൻ പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്ന് ഈ സമരം നയിച്ചാലേ ഈ സമരം മുന്നോട്ട് പോകുമെന്ന് അവരുടെ ആദ്യം അഭിപ്രായപ്പെട്ട ഒരാൾ ഇന്ദിരാബാബുവാണ്. അതിൻ്റെ ഒരു 3 ആഴ്ച കഴിയുന്നതിന് മുമ്പ് സുഗതകുമാരി ടീച്ചർ ആറന്മുളയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ അന്ന് ഞാൻ അകത്തു നിന്നാണ് കണ്ടത്. അന്ന് ഒരു പ്രത്യേകിച്ച് ടീച്ചർ അത് പറഞ്ഞ കാര്യങ്ങൾ അന്ന് കേരളകൗമുദിയിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ഒരു ബോക്സിലിട്ട് അന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഞാനായതുകൊണ്ട് അത് കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അന്ന് ടീച്ചർ പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ മണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി, പ്രകൃതിയെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ ജീവൻ ഈ മണ്ണിൽ ഞാൻ ബലിയർപ്പിക്കും എന്നാണ്. എൻ്റെ നെഞ്ചുരുകുന്ന ഒരു പ്രാർത്ഥനയായിട്ടാണ് ഞാനത് കേട്ടത്. എത്ര പേർ അത് അങ്ങനെ കേൾക്കുമെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഈ പ്രകൃതിയെക്കുറിച്ചുള്ള പ്രാർത്ഥന ഇത്രയും തീവ്രമായിട്ട് എൻ്റെ നെഞ്ചിലേക്ക് തന്നത് പല സുഗതകുമാരി പോലുള്ള കവികൾ മാത്രമല്ല, സയൻറ്റിസ്റ്റുകളാണ്. അതിലൊരു സയൻറ്റിസ്റ്റാണ് ഡോക്ടർ ഡി പത്മലാൽ. പത്മലാലാണ് എൻ്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ഈ നദികൾ നശിച്ചാൽ അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രശ്നം എന്താണ്, മണൽ വാരിക്കൊണ്ട് പോയാൽ അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രശ്നം എന്താണ്, എന്തുകൊണ്ടാണ് കേരളത്തിൽ കൊതുകുകളുടെ ശല്യം വർദ്ധിക്കുന്നത്. ഇങ്ങനെ പ്രകൃതിയിലുണ്ടാകുന്ന സകല മാറ്റങ്ങളും സയൻറ്റിഫിക്കായിട്ട് പറയുന്ന അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് ശ്രീ ഡി പത്മലാൽ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് ഞാൻ വേറൊരു കാര്യത്തിന് വിളിച്ചപ്പോഴാണ് സ്ഥലത്തുണ്ട് എന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് അത് ഭയങ്കര കാര്യമാണല്ലോ, പരിസ്ഥിതിയെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജും ഒക്കെ നടത്തുന്നൊരു വ്യക്തി പരിസ്ഥിതിയെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കുന്നു. എത്ര ചെറുതാണെങ്കിലും മണ്ണാറക്കണ്ണൻ തന്നാലായതുപോലെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ഇതിൻ്റെ ആദ്യകാലത്തുള്ള ഞാൻ ചില കാര്യങ്ങൾ പറയാത്തത് അദ്ദേഹം ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ്. അദ്ദേഹത്തിന് വിയോജിപ്പുള്ള ചില കാര്യങ്ങൾ പോലും എൻ്റെ അടുത്ത് പലപ്പോഴും പറയുന്നത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. ആറന്മുള എയർപോർട്ടുമായിട്ടുള്ള വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യത്തിൻ്റെ പ്രോജക്റ്റ് ചെയ്യാൻ ഇവിടെ എനിക്ക് ദയവായി പറഞ്ഞു കളയരുത്, അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് വരുന്നത്. അദ്ദേഹം അത് ഒന്നും ചെയ്യാൻ പറ്റാതെ അത് കണക്ക് ഫ്രീസ് ചെയ്ത് വെക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പ്രമുഖനായിട്ടുള്ള സയൻറ്റിസ്റ്റാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും ഈ വേദിയിലിരിക്കുന്ന ഓരോരുത്തർക്കും ഈ പ്രകൃതിയെക്കുറിച്ചിട്ടുള്ള പരിസ്ഥിതിയെക്കുറിച്ചിട്ടുള്ള ഒരു വലിയ ജിജ്ഞാസയുണ്ട്. അപ്പോൾ ആ ജിജ്ഞാസയെ സമൂഹ മധ്യത്തിൽ എന്നും നിറവോടെ കാത്തു സൂക്ഷിക്കുന്ന വിളക്കാണ് സുഗതകുമാരി ടീച്ചറെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. അപ്പോൾ ടീച്ചറുടെ കൈകൊണ്ട് ഒരു പുണ്യകർമ്മം, ഒരു ചെറിയ എന്താ പറയേണ്ടത്, ഒരു വിളക്ക്, ഒരുപാട് വിളക്കുകൾക്കിടയിൽ ഒരു വിളക്ക് കൂടി ടീച്ചർ ഇവിടെ കൊളുത്തുകയാണ്. അപ്പോൾ അതായത് ഈ നോവലിൽ ഞാൻ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോവൽ എന്നുള്ള നിലയിൽ ഇതിന് ചിലപ്പോൾ ചില പരിമിതികൾ ഉണ്ടായേക്കാം, ഭാഷാപരമായി ചില പരിമിതികൾ ഉണ്ടായേക്കാം. പക്ഷേ അതിൽ ഉന്നയിക്കുന്ന ആശയം, അതിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഗൗരവതരമായൊരു വിഷയമുണ്ട്. ഞാൻ പറയുമ്പോൾ അത് ഞാൻ എത്രമാത്രം ശാസ്ത്രബോധമുള്ള ആളാണെങ്കിലും ഞാൻ പറയുന്നതിൻ്റെ ഭാഷയ്ക്ക് പരിമിതികളുണ്ടാവും. ഇപ്പോൾ സയൻറ്റിസ്റ്റായിട്ടുള്ള പത്മലാൽ പലപ്പോഴും പറയും, പത്മലാൽ പറയുന്ന ഒരു ആശയത്തെ ഞാൻ പറയുമ്പോൾ അത് കുറച്ചുകൂടെ ഇടിച്ചു കയറുന്നത് ഒന്നായി തീരാറുണ്ട് എന്ന് പത്മലാൽ പലപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ ഒരു ഭാഷ ഉപയോഗിക്കുന്നതിന് മറ്റൊരു രീതി. പക്ഷേ ഭാഷ ഉപയോഗിക്കുന്ന കഴിവുള്ളവർ മാത്രമല്ല പ്രകൃതിയെ സ്നേഹിക്കുന്നത്. ഒരു ഭിക്ഷക്കാരനും പ്രകൃതിയെ സ്നേഹിക്കുന്നുണ്ട്. കാരണം ഭിക്ഷക്കാരനാണ് നമ്മളെക്കാൾ കൂടുതൽ പ്രകൃതിയെ സ്നേഹിക്കേണ്ടി വരുന്നത്. കാരണം ആ ഭിക്ഷക്കാരന് ഈ പ്രകൃതി മാത്രമേ ഉള്ളൂ. ഈ മഴയും ഈ മഞ്ഞും ഈ മരങ്ങളും ഈ കാടും മാത്രമേ ഒരു ഭിക്ഷക്കാരനുള്ളൂ. അതുകൊണ്ട് ഭിക്ഷക്കാരൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തേക്കാൾ മോശപ്പെട്ടതാകുന്നില്ല. അതുകൊണ്ട് പ്രകൃതിയെക്കുറിച്ച് ഭിക്ഷക്കാരൻ പറഞ്ഞാലും അത് ഏറ്റവും മഹത്തരമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആര് പറയുന്നു എന്നുള്ളതല്ല, എന്തു പറയുന്നു എന്നുള്ളതാണ്. എങ്ങനെ പറയുന്നു എന്നുള്ളത് അയാൾക്കുള്ള പാണ്ഡിത്യം അനുസരിച്ചിരിക്കും, അയാൾക്ക് ദൈവം കൊടുത്ത ഭാഷയുടെ അനുഗ്രഹം അനുസരിച്ചിരിക്കും. പക്ഷേ എത്ര വികൃതമായൊരു ഭാഷയിലായാലും അയാൾക്ക് പറയാനുള്ള ഒരു ആർജവമുണ്ടെങ്കിൽ ലോകത്തിലെ ദൈവികമായ കർമ്മങ്ങളിൽ ഒന്ന് അതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പ്രകൃതിയെ സ്നേഹിക്കുക എന്ന് പറയുന്നതാണ് ദൈവത്തെ സ്നേഹിക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ പ്രകൃതിയെ ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയൊരു സംഗതി, അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് ഇവിടെ കുറേ CSO ഭടന്മാർ നിൽക്കുന്നു. സാധാരണ കേന്ദ്രത്തിലെ മന്ത്രിമാരോ മറ്റൊക്കെ വന്നാലാണ് CSO ഭടന്മാർ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവരെന്തിനാണ് വന്ന് നിൽക്കുന്നത്? അപ്പോൾ CV പ്രേംകുമാർ എയർപോർട്ടിലെ ഉദ്യോഗസ്ഥനായ, നമ്മുടെ വൈസ് ചെയർമാനായ CV പ്രേംകുമാർ എയർപോർട്ടിലെ ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഞാൻ പ്രേംകുമാർ ഇവരൊക്കെ എന്തിനാണ് വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം സെൻട്രൽ ഗവൺമെൻറ് CSFൻ്റെ ഇൻസ്പെക്ടർ ജനറൽ പറഞ്ഞു വിട്ടിട്ട് വന്ന് സ്വീകരിക്കാൻ വരുന്നതിന് മുമ്പ് സ്വീകരിച്ച് അകത്തിരുത്താനായിട്ട് ജണ്ടും കൊണ്ടുവന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഇത്രയും വലിയൊരു ഇൻ്റർനാഷണൽ ഫെയിമാണ് അദ്ദേഹം എന്ന് ഞാൻ പോലും അറിയുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ ഭവ്യമായിട്ട് വളരെ ശാന്തനായിട്ട് പറയുന്ന രീതിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ വളരെ ശാന്തമായിട്ടൊക്കെ ഒരു കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ ഒരു പുസ്തകം എഴുതുന്നു. അതിനു മുമ്പ് ജവഹർലാൽ ഡിറ്റോറിയേഷൻ ഓഫ് ഡെമോക്രസി ആഫ്റ്റർ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നൊരു പുസ്തകം അദ്ദേഹം ഇംഗ്ലീഷിൽ നേരത്തെ എഴുതിയിട്ടുണ്ട്.
അപ്പോൾ അതും അദ്ദേഹത്തിന് ഈ ഒരുപാട് തരത്തിലുള്ള വിദ്യാഭ്യാസ നിങ്ങൾക്കറിയാൻ പെട്ടെന്ന് പറയാൻ മനസ്സിലാവുന്നൊരു ഭാഷയുണ്ട്. ശാന്തികൃഷ്ണനെ വിവാഹം കഴിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകനാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സാധാരണ ജനത്തിന് മനസ്സിലാവും. അദ്ദേഹം ഇനി ഇൻ്റർനാഷണൽ ഫെയിമാണെന്ന് പറഞ്ഞിട്ടോ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ വായിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ടോ ഒന്നും ഇന്നത്തെ സമൂഹത്തിനൊരു കാര്യമില്ല. അതിനേക്കാൾ ചെറിയ ഒരു കാര്യം പറഞ്ഞാൽ അതിനായിരിക്കും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വില കിട്ടുന്നത്. അതുകൊണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഒരു പുസ്തകമാണ്. ഒരുപാട് തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഞാൻ കൊല്ലം ജില്ലക്കാരനാണ്. അപ്പോൾ ആദ്യത്തെ കൊല്ലത്തെ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കൊല്ലത്ത് അന്ന് പാൽക്കോളി പ്രസ്ഥാനമൊന്നും ഇല്ല. പാൽക്കോളി പ്രസ്ഥാനം നടത്തുകയും ഒരുപാട് പേരെ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള പ്രഗത്ഭരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ മുഴുവൻ പഠിപ്പിച്ചിട്ടുള്ളതിൽ ഒരാളാണ് ഇരിക്കുന്ന സദാശിവൻ സാർ. എൻ്റെയൊക്കെ സീനിയറായിട്ടുള്ള എൻ്റെ മാമനായിട്ടുള്ള സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ എം നന്ദനൻ ഉൾപ്പെടെ ആളുകളെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനെ അത് പഠിപ്പിക്കാൻ മാത്രമല്ല അദ്ദേഹം ചെയ്യുന്ന അന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യം, ഒരു ലെജൻഡ് പോലെ ഞാൻ കേട്ടിട്ടുള്ള കാര്യം, ഈ തോറ്റ വിദ്യാർത്ഥികളെ അദ്ദേഹം ട്യൂഷൻ പഠിപ്പിക്കാനായിട്ട് വിളിക്കും. എത്രത്തോളം ഞാൻ കേട്ടിട്ടുള്ളതാണ്. തോറ്റ വിദ്യാർത്ഥികളെയാണ് കൂടുതൽ ട്യൂഷൻ പഠിപ്പിക്കുക. എന്നിട്ട് അവരെ കൊണ്ട് പഠിപ്പിച്ചളയും. നിങ്ങൾ പഠിപ്പിക്കാൻ പറയും. ഇത് ഞാൻ അടുത്ത കാലത്ത് ഓരോരുത്തർ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ്. തോറ്റ വിദ്യാർത്ഥികളെ കൊണ്ട് മറ്റു കുട്ടികളെ പഠിപ്പിക്കും. അതിനുള്ള പരിജ്ഞാനം അവർക്ക് കൊടുക്കും. അങ്ങനെ അവരെ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരുന്ന ഒരു വല്ലാത്തൊരു പ്രക്രിയ എത്ര വർഷം മുമ്പാണ്, അദ്ദേഹത്തിന് ഇപ്പോൾ 80 വയസ്സ് ആയി, അതിന് മുമ്പ് നിർവഹിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആർജവത്തെ എല്ലാ ആദരവോടുകൂടി ഞാൻ കാണുന്നു. പരിസ്ഥിതി ഇനി എങ്ങനെയാണ് ഈ പരിസ്ഥിതിയെക്കുറിച്ച് പറയേണ്ടത് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ആറന്മുള എയർപോർട്ടിൻ്റെ വിഷയത്തിൽ ഇടതൊന്നോ വലതൊന്നോ ഭേദമില്ലാതെ കാണിക്കുന്ന ക്രൂവൽറ്റി നന്നായിട്ട് പഠിച്ച ആളാണ് ഇവിടെ ഇരിക്കുന്ന സുഗതകുമാരി ടീച്ചർ. അപ്പം അതേ ആ ആർജവത്തോടു കൂടിയോ അതിൻ്റെ ആഴത്തിലോ ഒന്നും പറയാൻ എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ഇത് പ്രകൃതിയുടെ ഹൃദയമാണ് എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഞാൻ അവിടെ പത്തനംതിട്ട ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ഈ ഇഷ്യൂ വരുമ്പോൾ ആദ്യമായിട്ട് അവിടെ ഞാൻ പോയി, ആ സ്ഥലത്ത് ഞാൻ പോയി. അപ്പോൾ പല പത്രപ്രവർത്തകരും അവിടെ പോയിട്ടില്ല. അവിടെ പത്രപ്രവർത്തക സുഹൃത്തുക്കളുണ്ട്. പലപ്പോഴും അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതൊരു വിഷയം വന്നാൽ ആ സ്ഥലത്ത് പോയി ഒന്ന് കാണണം. പത്തനംതിട്ടയിലെ പത്രപ്രവർത്തകർ ദൈവം സഹായിച്ച് അവിടെ നിന്ന് പോയി കാണുമായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ സ്ഥലം പോയി കണ്ടതിന് ശേഷം ഞാൻ സഹപ്രവർത്തകരായിട്ട് പത്രപ്പെടുത്തെടുത്ത് പറഞ്ഞത് ക്രൂരൽറ്റിയാണ്, ഒരു പ്രകൃതിയുടെ ഹൃദയത്തെയാണ് നിങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മളൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കൾ ഇതിനെങ്ങനെയാണ് അനുകൂലിക്കുന്നത്? എനിക്ക് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. എന്തിനു വേണ്ടിയാണ് ഇത്രയും ക്രൂവൽറ്റി അവിടെ ചെയ്യുന്നതെന്ന് എനിക്കിപ്പോഴും പിടികിട്ടാത്തൊരു വിഷയമാണ്. അപ്പോൾ അത് ഒട്ടും പിടികിട്ടാത്തൊരു ആരായിരിക്കും നമ്മുടെ സുഗതകുമാരി ടീച്ചർ. എന്തിനാണ് ഇവർ ഈ ക്രൂവൽറ്റി കാണിക്കുന്നത്? ഈ മണ്ണിനോടോ വേറെ എവിടെ എല്ലാം പോയി എന്തെല്ലാം ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ നാവ് ഉയർത്താൻ എത്ര ശബ്ദങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ എന്നുള്ളത്. വരുംകാലത്തിന് വേണ്ടി നമ്മുടെ പ്രസൻറ്റ് ടൈമിന് വേണ്ടി ശബ്ദമുയർത്താൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ വരും തലമുറയ്ക്ക് വേണ്ടി ശബ്ദമുയർത്താൻ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരിൽ നിന്ന് ആലോചിച്ചു, അല്ലെങ്കിൽ പത്രപ്രവർത്തനം ആലോചിച്ചു, എത്ര പേരുകളെ നമുക്ക് പറയാൻ പറ്റും? നാളേക്ക് വേണ്ടി ഈ പ്രകൃതിയെ ഒന്ന് കരുതി വയ്ക്കാൻ, ഈ മണ്ണിനെ, ഈ വെള്ളത്തെ, ഈ മരങ്ങളെ ഒന്ന് കരുതി വയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന എത്ര പേർ കേരളത്തിലുണ്ടാവും? വിരൽ കൊണ്ടെണ്ണം അതിനു മുമ്പേ തീർന്നു പോകും. വിരലുകൾ ഇല്ല, തീരില്ല. വിരലുകൾ ബാക്കി നിൽക്കും. അതാണ് അത്രമാത്രം ദയനീയമായി പോയി. പിന്നെ കുറച്ച് പേരൊക്കെ വലിയ ആളുകളൊക്കെ സുഗതകുമാരി ടീച്ചറെ പോലെയൊക്കെ ഉള്ള ആളുകൾ പറയുന്നത് കൊണ്ട് കൂടെ നിന്ന് അതൊക്കെ വലിയ കാര്യമാണല്ലോ എന്ന് പറയുന്നതല്ലാതെ ആത്മാവിൽ തൊട്ടുകൊണ്ട് പ്രകൃതിയെ കാണുന്നില്ല. ഏതായാലും പ്രകൃതിക്ക് വേണ്ടി സമർപ്പിച്ച ഒരു ദിനമായി ഞാനിതിനെ കാണുന്നു. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് എല്ലാ ആദരവോടും കൂടി സുഗതകുമാരി ടീച്ചറെ ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നത് മലയാള കഥയ്ക്ക് പുതിയ മുഖം സമ്മാനിച്ച ബാബു കുഴിമറ്റമാണ്. അദ്ദേഹമാണ് ചുമതല വഹിക്കുന്ന ബുക്ക് മാർക്കാണ് അൽക്ക പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം വിതരണം ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ മഹത്വമാർന്ന കൈകൾ കൊണ്ട് ഏറ്റുവാങ്ങുന്നതിന് അദ്ദേഹത്തെയും സാദരം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, എനിക്ക് പ്രകൃതിയെപ്പറ്റി, പരിസ്ഥിതിയെപ്പറ്റി സംസാരിക്കാനൊന്നും ഇപ്പോൾ തോന്നുന്നില്ല. മനസ്സ് അത്രയ്ക്ക് അസ്വസ്ഥവും കലുഷവുമാണ്.
35 വർഷമായി, അതായത് സൈലൻറ്റ് വാലി വിവാദ കാലം മുതൽ കാടിന് വേണ്ടി, മരങ്ങൾക്ക് വേണ്ടി, പുഴകൾക്ക് വേണ്ടി, കുന്നുകൾക്ക് വേണ്ടി, വന്യമൃഗങ്ങൾക്ക് വേണ്ടി, ആദിവാസികൾക്ക് വേണ്ടിയൊക്കെ സംസാരിക്കുന്നു. വലിയ ഫലമൊന്നും ഇതുവരെ കണ്ടില്ല. വലിയ ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല, ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കുകയും ചെയ്തു. ജീവിതത്തിലെ നേട്ടം അതൊക്കെയാണ്. ശത്രുക്കളെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സങ്കല്പിക്കാനൊക്കാത്ത വിധത്തിൽ ശത്രുക്കൾ ചുറ്റുമുണ്ട്. അതേസമയം പറഞ്ഞ വാക്കുകൾ ആരെങ്കിലും കേട്ടോ എന്ന് ചോദിച്ചാൽ, പഴയ മഹർഷിയെപ്പോലെ ഇരു കൈകളും ഉയർത്തി നിന്ന് ഒരു കാലത്ത് നമ്മുടെ വൈദിക കാലത്തെ ഋഷി ഇങ്ങനെ വിളിച്ചു ചോദിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. എത്ര കാലമായി എൻ്റെ വാക്കുകൾ ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ എറിഞ്ഞു തന്നുകൊണ്ടേയിരിക്കുന്നു, ആരും കേൾക്കുന്നില്ലല്ലോ. യോഹന്നാൻ സ്നാപകൻ്റെ വാക്കുകൾ നമുക്കറിയാം. മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുന്നവൻ്റെ വാക്കുകളാവിത്. ആര് കേൾക്കുന്നു? ആര് കേട്ടു? ആരും കേട്ടില്ല. അതുപോലെ അവരുടെയൊക്കെ ആ തലപ്പൊക്കം ഓർമ്മിച്ചാൽ അവരൊക്കെ ഹിമാലയങ്ങളാണ്. ഞങ്ങൾ തൃണങ്ങളെപ്പോലെ താഴെ അവരുടെ കാൽക്കൽ നിന്നുകൊണ്ട് അവരുടെ ഭാഷ ഏറ്റുപറയുകയാണ്. മാനഷാദ എന്ന വാക്ക് ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്, ജപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാടിന് തീ പിടിക്കുന്നു എന്ന് കാട്ടുകിളി വിളിച്ചു പറയുന്നത് പോലെ ഈ ഭൂമിക്ക് തീ പിടിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആരും കേൾക്കുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് അധികമൊന്നും പ്രസംഗിക്കണമെന്ന് തോന്നുന്നില്ല. ചൂട് എന്നൊരു കവിത എഴുതി മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് ചൊല്ലി ഞാൻ നിർത്തിക്കൊള്ളാം. അതിനു മുമ്പ് ഇന്നത്തെ ഗ്രന്ഥകർത്താവിനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അദ്ദേഹത്തെപ്പറ്റി എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ല. എൻ്റെ പ്രായക്കാരനാണ് എന്ന് മനസ്സിലായി. അപ്പോൾ മനസ്സ് വേദനിക്കുന്നു, ഭാവിക്ക് വേണ്ടി വേദനിക്കുന്നു. അപ്പം ഞങ്ങൾക്കാർക്കും ഒന്നും നേടാനല്ലല്ലോ ഇനിയും. ഇവിടെ കാടും പുഴകളും ഒക്കെ നിലനിൽക്കുന്നതുകൊണ്ട് സദാശിവൻ സാറിനോ എനിക്കോ ഒന്നും പ്രത്യേകിച്ച് നേടാനില്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, കൊച്ചുമക്കൾക്ക് വേണ്ടിയാണ്. അവർക്ക് ഇവിടെ കുടിക്കാൻ വെള്ളം വേണം. നമ്മുടെ 44 നദികളും വിഷമയമായി കഴിഞ്ഞിരിക്കുന്നു. അവയെല്ലാം ക്ഷയരോഗബാധിതകളായി കഴിഞ്ഞിരിക്കുന്നു. അവയെല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ അപ്പുറം നിങ്ങളുടെയൊക്കെ മനസ്സ് പൊള്ളുന്ന ഒരു വാചകം ഞാൻ പറയട്ടെ. ഗംഗാനദി മരിക്കുകയാണ്. ഹിമാലയ പർവ്വതത്തിലെ അനന്തമെന്ന് നമ്മൾ കരുതുന്ന മഹാഹിമാനികൾ പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചൂട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയിലും ഈ തിരുവനന്തപുരത്ത് ഒരു മരം നിർത്താൻ സമ്മതിക്കില്ല. വികസനം എന്നും വഴക്കാണ്. PWDയും ട്രിവാൻഡ്രം ഡെവലപ്മെൻറ്റ് അതോറിറ്റിയും റോഡ് ഫണ്ട് ബോർഡും ഞങ്ങളുമൊക്കെ എന്നും കലഹമാണ്. എനിക്ക് കലഹിക്കാൻ പ്രിയമുള്ള ഒരാളല്ല, പക്ഷേ എന്നും കലഹഭൂമിയിൽ നിൽക്കേണ്ടി വരുന്നു. വികസനം വേണ്ടേ എന്നാണ് ചോദ്യം. എല്ലായിടം കോൺക്രീറ്റ് ഇടണ്ടേ? എല്ലായിടവും AC വയ്ക്കണ്ടേ? എനിക്ക് ഈ മീറ്റിങ്ങിനെ പറ്റി പോലും പ്രതിഷേധമുണ്ട്. നിങ്ങളൊരു പരിസ്ഥിതി യോഗമാണെങ്കിൽ നിങ്ങൾക്ക് AC ഇല്ലാതെ കുറച്ച് ചൂട് സഹിച്ച് താഴെ ഇരിക്കാം. ഇത്രയും ലൈറ്റ് വിട്ട് AC-യിലിരുന്നുകൊണ്ട് നമുക്ക് പരിസ്ഥിതിയെ പറ്റി വർത്തമാനം പറയാൻ അവകാശമില്ല. നമുക്ക് ലക്ഷറിയാണ്. ഒരു ലക്ഷറിയും നമുക്ക് വേണ്ടെന്ന് വയ്ക്കാനാവില്ല. എല്ലാ സുഖ സൗകര്യങ്ങളും നടുക്കിരുന്നുകൊണ്ട് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് പറയും. പക്ഷേ ഒക്കെ കഴിയുന്നു എന്ന് മനസ്സിലാക്കണം, സമയമില്ല എന്ന് മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ കൊടുക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കണം. അഹങ്കാരം എന്നുള്ളതിൻ്റെ അങ്ങേയറ്റത്തെ പാരമ്യത്തിലെത്തിക്കഴിഞ്ഞു.
ഇന്ന് ഒരു എൻജിനീയർ എന്നോട് പറയുകയുണ്ടായി, കൈകൊണ്ടൊന്നും ഇപ്പം ചെയ്യണ്ടല്ലോ, ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കാൻ വീട്ടമ്മമാർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ബട്ടണുകൾ പ്രസ് ചെയ്താൽ മതി എന്നുള്ള ഒരു കാലം വന്നിരിക്കുന്നു. അതിൽ നിന്നും വർദ്ധിച്ചു വരികയാണത്. പറയാൻ കൊള്ളാത്ത കാര്യമാണെങ്കിലും പറയാം. ടോയ്ലറ്റുകളിൽ കഴുകേണ്ട ആവശ്യമില്ല, ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി, വെള്ളം ഇങ്ങനെ മുകളിലേക്ക് വന്നടിച്ച് വാഷ് ചെയ്ത് നിങ്ങളെ വൃത്തിയാക്കി വിട്ടോളൂ. അതുപോലും ചെയ്യണ്ട. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? എന്താണ്? എവിടെ വരെ എത്തിയിരിക്കുന്നു? ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ആറന്മുളയെപ്പറ്റി പലവട്ടം ഇവിടെ കേട്ടു. ആറന്മുള എന്നൊക്കെ പറഞ്ഞാൽ ആറന്മുള ഒരു പ്രതീകമാണ്. ഇപ്പോൾ ആറന്മുളയിൽ ഒരു വിമാനത്താവളം വരാൻ പാടില്ല എന്ന് ഞങ്ങൾ പറയുന്ന ആറന്മുളയെ രക്ഷിക്കാൻ വേണ്ടിയല്ല. ആറന്മുള ഒരു പ്രതീകമാണ്, ഇറ്റ്സ് എ സിമ്പൽ. കേരളത്തിൽ ഇനി ബാക്കി 20% പോലും വയലുകളില്ല, ബാക്കിയെല്ലാം നികത്തി കഴിഞ്ഞു. വയലെന്ന് വെച്ചാൽ അന്നപൂർണ മാത്രമല്ല, ഒരു ജലസംഭരണി കൂടെയാണ്. പെയ്യുന്ന മഴവെള്ളത്തെ കുടിവെള്ളമാക്കി അടിവെള്ളമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഭൂഗർഭജലമെന്നൊന്നും നമുക്ക് സംസ്കൃതം പറയേണ്ട, അടിവെള്ളം എന്നുള്ള തെളിഞ്ഞ മലയാളം നമുക്കുണ്ട്. അടിവെള്ളമാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും മഹത്തായ സേവനം ചെയ്യുന്ന വയലുകൾ 10,000-കണക്കിന് ഹെക്ടർ ഈ കേരളത്തിലുണ്ടായിരുന്നു. എല്ലാം നികത്തി, എല്ലാം കോൺക്രീറ്റ് ഇട്ട് മിനുക്കി, എല്ലായിടത്തും കെട്ടിടം വെച്ചു, എല്ലായിടത്തും റിസോർട്ടുകൾ പണിതു, ബാർ ഹോട്ടലുകൾ ഉയർത്തി, വലിയ വലിയ മണിമാളികകൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. വെക്കണ്ടേ കെട്ടിടങ്ങൾ വേണ്ടേ, ആളുകൾക്ക് താമസിക്കണ്ടേ, ചോദ്യം ഉയരും. എനിക്ക് ഓർമ്മിപ്പിക്കാനൊന്നുണ്ട്. 13 ലക്ഷം കെട്ടിടങ്ങൾ ഇവിടെ ആൾപ്പാർപ്പില്ലാതെ അടഞ്ഞു കിടക്കുകയാണ് കേരളത്തിൽ. നിങ്ങൾ അറിയണം ഒരു കണക്ക്, അത് കഴിഞ്ഞ മുമ്പിലത്തെ വർഷം ഞങ്ങളെടുത്ത കണക്കാണ്. 13 ലക്ഷം വീടുകൾ ആൾപ്പാർപ്പില്ലാതെ അടഞ്ഞു കിടക്കുമ്പോഴാണ് ഈ മണിമാളികൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ 10-20 നിലയുള്ള ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ലോകം മുഴുവൻ ഉയരുന്നത്. ആർക്കു വേണ്ടി? ആരാണ് ഗുണഭോക്താവ്? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ നമ്മെ പിടിച്ചു നിർത്തും ഒരു ദിവസം. നമ്മുടെ കുട്ടികളായിരിക്കും ചോദിക്കുക, ആർക്കു വേണ്ടി ഈ ഭൂമിയെ മുടിച്ചു എന്നവർ ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതായി പോകും. നിങ്ങൾക്ക് സുഖിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് എത്ര കഴിച്ചാലും നിങ്ങളുടെ വിശപ്പ് മാറില്ല, എത്ര തിന്നാലും തീരാത്ത ദുരയാണ്